ഇപ്പോൾ നല്ല റോഡുകൾ വരുന്നത് പൊതുവെ നല്ല മനസ്സുള്ള എല്ലാവരും സന്തോഷിക്കും, അംഗീകരിക്കും. മനസ്സിന് കുഴപ്പമുള്ളവർക്കാണ് ഇതിൽ സന്തോഷമില്ലാതെ വരിക. ഇപ്പോൾ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ കോർപ്പറേഷൻ്റെ മുൻ മേയറും MLA ആയ പ്രശാന്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തും അതുപോലെ ഇപ്പോഴത്തെ മേയറായ ആര്യയും പറയുന്നതാണ് നല്ലത്, കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം. അല്ല, അത് പറയാം. ഇവിടെ ഇപ്പം ഞാനിത് കണ്ടിട്ടില്ല, ഈ പോസ്റ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെയുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാണ് ഇപ്പോൾ പ്രശാന്തും മേയറും പറഞ്ഞിട്ടുള്ളത്. അവർ തന്നെ സംസാരിക്കും. പൊതുവെ എല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ്. എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ബോധപൂർവം വിവാദം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നത് മനസ്സിൻ്റെ പ്രശ്നമാണ്. അതിന് ചികിത്സ ഓരോരുത്തർ നോക്കുക എന്നല്ലാതെ ഇപ്പോൾ നമ്മളെന്ത് പറയാൻ. പറഞ്ഞോ ബാക്കി പറഞ്ഞു. അല്ല, അത് എങ്ങനെ തിരുവനന്തപുരം ജില്ലക്ക് ലഭിച്ചു എന്നുള്ളതും അതിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകിയതും കോർപ്പറേഷൻ്റെ ഫണ്ട് നൽകിയതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വസ്തുത എന്താണെന്ന്. അതറിയുന്ന കാര്യമാണ്. ഇവിടെ 48 റോഡിന് 211 കോടി രൂപയാണ് കേരളത്തിലെ 48 റോഡുകൾക്ക് ഇന്നത്തെ ഉദ്ഘാടനം, വിവിധ ഭാഗങ്ങളുടെ ഉദ്ഘാടനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. 211 കോടി. ആ 211 കോടി 14 ജില്ലകളിലുള്ള റോഡുകളാണ്. ഈ 14 ജില്ലകളിലുള്ള റോഡുകളുടെ ഭാഗമായി ചെലവഴിക്കപ്പെട്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ്. ഈ പറഞ്ഞ 12 റോഡുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നേരത്തെ പ്രശാന്ത് മേയറായപ്പോഴും ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ മേയറായപ്പോഴും അവർ ഫൈറ്റ് ചെയ്ത് മത്സരാധിഷ്ഠിതമായി നടന്ന സ്മാർട്ട് സിറ്റി പദ്ധതി കിട്ടാൻ വേണ്ടി അവർ എല്ലാ നിലയിലും ഇടപെട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മികവിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചത് അവരാണല്ലോ പറയേണ്ടത്. അത് അവർ പറയും. അങ്ങനെ ലഭിച്ച പദ്ധതിയാണ്. അങ്ങനെ ലഭിച്ച പദ്ധതിയിലെ ഭൂരിപക്ഷ ഫണ്ടും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കോർപ്പറേഷനുമാണ് ചെലവഴിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നൽകിയെന്ന് പറയുന്ന ഫണ്ട് എന്തോ ഔദാര്യമായിട്ട് തന്നതുപോലെയാണ് ഇവിടെ ചിലർ പറയുന്നത്. അവരുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. നമ്മൾ നികുതി പൈസ അടച്ചിട്ട് നമുക്ക് തിരിച്ചു വരുന്ന പണം അത് ആരുടെയെങ്കിലും അവരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കടന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത്. ആരുടെയെങ്കിലും അത് നമ്മൾ പറയണമെന്നുള്ളത്. എന്തായാലും അങ്ങനെ കിട്ടിയ ഫണ്ടല്ലല്ലോ. നമ്മളെ നാട്ടിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട ഫണ്ടാണ്. അങ്ങനെ ലഭിച്ച ഫണ്ടും ഉണ്ട്, സംസ്ഥാനത്തിൻ്റെ ഫണ്ട് ഭൂരിപക്ഷമായ ഫണ്ടും ഉണ്ട്, കോർപ്പറേഷൻ്റെ ഫണ്ടുണ്ട്. അതിൻ്റെ കണക്കൊക്കെ വ്യക്തമല്ല, എല്ലാവർക്കും പരിശോധിച്ചാൽ കാണാമല്ലോ. അതിനെ ഇങ്ങനെ വക്രീകരിച്ച് പോകുന്നത് ശരിയാണോ? ഇന്ന് എല്ലാവരും സന്തോഷിക്കേണ്ടതല്ലേ? എല്ലാവരും സന്തോഷിക്കേണ്ട പ്രശ്നമല്ലേ? അപ്പോൾ അത് ആ നിലയിലേ അതിന് മറുപടി പറയുള്ളൂ. പിന്നെ അവരുപയോഗിച്ച ഭാഷ, ആ ഭാഷയിൽ തിരിച്ച് മറുപടി പറയാൻ തൽക്കാലം താല്പര്യമില്ല. പിന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേർക്ക് പറയാനുണ്ട്. അവരൊന്ന് പറഞ്ഞോട്ടെ.